ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മൾ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. വലിയ ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക. പിന്നെ അവിടെയും കണക്കൊക്കെ പറയുന്നുണ്ട്. 70 ഗ്രാമാണ് ഒരാൾക്ക് അനുവദിച്ച തൂക്കം. 70 ഗ്രാം. നിങ്ങൾക്ക് പ്രയാസാവില്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാം. 70 ഗ്രാം ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് 70 ഗ്രാം. നിങ്ങൾക്ക് പറ്റുമോ ചെയ്തോളി. അതിനെ കൊണ്ട് മതിയാവണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാണ്. ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത്, ഇന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ? നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടതെന്ന്. വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടതെന്ന്. നല്ല പ്രയോഗമാണ്. നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. നന്നായി ചവച്ചരച്ച് ജ്യൂസാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ, വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അള്ളാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സ് ആവും. ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം. യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ്. നിങ്ങൾ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന നോക്കിയോ, പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന നോക്കിയോ. സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു. ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി. സ്പെയിനിലേക്ക് ഇൽമെത്തിയത് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി വര്യനിലൂടെയാണ്. അങ്ങനെയാണ് സ്പെയിന് ഇൽമിന്റെ പറുദീസയായത്. ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ കിട്ടിയ യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടിട്ടോ, കുറഞ്ഞ അളവിലേ കഴിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ചവക്കും, ഒരുപാട് നേരം ചവക്കും. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ നമ്മളെ തിന്നല്. നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഭക്ഷണത്തോട് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുന്നതിന്റെ ഒരു കാരണം ഭക്ഷണം ചവക്കൽ കുറവാണ്. ഭക്ഷണം പറ്റുന്നത് 3 വിരൽ കൊണ്ടെടുക്കണം. 3 വിരൽ കൊണ്ടെടുത്ത് കഴിക്കുന്ന ശീലം പഠിക്കണം. ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും. ഭക്ഷണത്തോടുള്ള വെറി കുറഞ്ഞു കിട്ടും. നമുക്കതാണുള്ള പ്രശ്നം. ഭക്ഷണത്തിന്റെ രുചി എന്ന് പറഞ്ഞാൽ ആകെ വായക്കകത്ത് മാത്രമുള്ള പരിപാടിയാണ്. ഈ കഴുത്ത് ഇപ്പുറം അങ്ങോട്ട് വിട്ട പിന്നെ ഭക്ഷണത്തിന് രസമില്ല. പിന്നെ എന്തിനാ ഇത് തോനെ കഴിക്കണ്? ഇവിടെ ശ്രദ്ധിക്ക്. ഈ കഴുത്തിന്റെ ഇപ്പുറം വിട്ടാ പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, രുചിയില്ല, അതറിയാൻ പറ്റൂല. പിന്നെന്തിനാ തോനെ കഴിക്കണ്? ഇൻ കേസ് നിങ്ങൾ തോനെ കഴിച്ചു പോയാൽ ആയുസ് കുറയുന്നു, ആരോഗ്യം കുറയുന്നു, ഉന്മേഷം കുറയുന്നു. എന്തിന് സ്വന്തം ആയുസ് കുറക്കണം? എന്തിന് സ്വന്തം ശരീരത്തിന് ഉന്മേഷം കളയണം? എന്തിന് സ്വന്തം ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്ക്. അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങിക്കിട്ടാനുള്ള ഒരു മെത്തേഡ് ഭക്ഷണത്തെ നന്നായി ചവക്കുക. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മെത്തേഡ്, ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ചുരുങ്ങിക്കിട്ടും, ടെൻഷൻ വരില്ല. അല്ലാണ്ട് കുറെ കഴിച്ച് ശീലമുള്ള ആൾക്ക് പെട്ടെന്ന് ഭക്ഷണം കുറക്കുമ്പോൾ ഒരു ടെൻഷനാണ്. എന്താ ചെയ്യാ? ടെൻഷൻ വരാതെ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങിക്കിടുന്ന ഒരു കാര്യം, ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത്. പിന്നെ വായ തുറക്കാതെ കുറെ ചവച്ച് ജ്യൂസാക്കിയിട്ട് വിഴുങ്ങുക. ഭക്ഷണം കഴിക്കുന്ന ആളോട് സലാം പറയരുത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ആരോടാ സലാം പറയണം? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളോട് അസ്സലാമു അലൈക്കും പറയരുത്. എന്തേ പറയും? നിങ്ങളൊന്നും ഉണ്ടെന്നില്ലല്ല. ഭക്ഷണം കഴിക്കുന്ന ആള് വായക്കകത്ത് ഭക്ഷണം ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം പറയാൻ വേണ്ടി ഇയാൾ അറിയാണ്ട് വായ തുറന്നു പോകും. വായ അങ്ങനെ തുറന്നു പോയാൽ പുറത്തുള്ള വായു ഭക്ഷണത്തിലേക്ക് കയറും. ഇതിങ്ങനെ വെച്ചാൽ പിന്നെ പുറത്തുള്ള വായു വായന്റെ അകത്ത്. രണ്ടും മനസ്സിലാകുന്നുണ്ടോ? വായു വായ സെയിം വേർഡ് ആവുന്നതുകൊണ്ട് മനസ്സിലാവും. ഒന്ന് വായു, പുറത്തുള്ളത് വായു, ഇത് വായ. അപ്പൊ വായക്കകത്ത് വെച്ച ഭക്ഷണം, വായക്കകത്ത് വെച്ച ഭക്ഷണത്തിലേക്ക് പുറത്തുള്ള വായു കയറിയാൽ അത് ദഹനത്തെ പ്രയാസത്തിലാക്കും. അപ്പൊ തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ അസ്സലാമു അലൈക്കും പറയുമ്പോ ഈ പാവം വായു തുറന്ന് വലൈക്കും അസ്സലാം അറിയാണ്ട് പറഞ്ഞു. അതിനും ചില മിടുക്കന്മാർ, ചില എല്ലാത്ത മിടുക്കന്മാരുണ്ട്. നീ തിന്നുന്നല്ല, അതുകൊണ്ട് എന്നോട് അസ്സലാമു അലൈക്കും ഒന്നും പറയുന്നില്ല, ബാക്കി വർത്താനൊക്കെ പറഞ്ഞോളി. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്നോട് അസ്സലാമു അലൈക്കും പറയുന്നില്ല, നീ എപ്പോഴാ വന്നിക്കണത്? ബാക്കി ഈ മഹാൻ മനസ്സിലാക്കിയത് അസ്സലാമു അലൈക്കും മാത്രം പറഞ്ഞോളൂ, ബാക്കിയൊക്കെ മിണ്ടാന്നാണ്. ചങ്ങായി,
എന്താണ് ഇവനെല്ലാം വേണ്ടത്? ഏത് അവാർഡ് ഇയാൾക്കെല്ലാം കൊടുക്കേണ്ടത്? സലാം പോലും പറയാൻ പാടില്ല എന്ന് നിങ്ങളൊന്നൊരു ഒരു ഗൗരവം മനസ്സിലാക്കി. സലാം പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണ ഒരു കാര്യം, അവിടെ പിന്നെ ഈ ബായക്കകത്ത് ഭക്ഷണം വെച്ച് പിന്നെ സംസാരിച്ച എന്തപ്പോ കാര്യം? അതേസമയം ചില മഹാന്മാർക്കൊരു ശൈലിയുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായി ചവക്കും. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മഹാൻ എന്താക്കും, വേറെ എന്തെങ്കിലും നല്ല ഇൽമ് അള്ളാഹിനെ കുറിച്ചൊക്കെ പറയും. ഇത് നല്ല ഏർപ്പാടാണ്. ഇൽമിങ്ങനെ ചർച്ച ചെയ്യാം, പക്ഷെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല. പറയുന്ന ആളുടെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എന്ന് പറഞ്ഞ അള്ളാന്റെ പേര് ചേർക്കാവുന്നതാണ്. ഭക്ഷണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ അള്ളാനെ ഓർമ്മിക്കലാന്നാണ്. ഓർമ്മിക്കലാണ്. നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തോളി. ഞാൻ പറഞ്ഞില്ല, അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിക്കുന്നിടത്ത് അള്ളാഹ് അൽഹംദുലില്ലാ എന്താ രുചിയുള്ള ഭക്ഷണം, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും. അള്ളാഹ് അൽഹംദുലില്ലാ നല്ല രുചിയുള്ള ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. ഇത് പുരക്കാരെ സന്തോഷിപ്പിക്കാൻ പറയണ വാക്കൊന്നല്ല, അള്ളാഹിനോട് നന്ദി ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് ഈ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ നീ ചാൻസ് തന്നല്ലോ, ചാൻസ് തന്നല്ലോ എന്ന്. അപ്പൊ വായ പൂട്ടി നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടില്ല, കൂടുതൽ ഭക്ഷണത്തോട് ആർത്തി വരില്ല. വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലുണ്ട്, ഭക്ഷണത്തിലൂടെയാണ് രോഗം വരുന്നത്. നമ്മളൊരു പുതിയ നാട്ടിൽ പോയി, പുതിയൊരു നാട്ടിൽ നമ്മൾ എത്തി. ഇവിടുന്ന് ഇപ്പൊ ഗൾഫിൽ പോയി, ഇവിടുന്ന് ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി, ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ പോയി, പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഉള്ളി കഴിക്കണം. ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ്. എന്തുകൊണ്ട്? ആ നാട്ടിലെ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ വായുമണ്ഡലത്തിൽ നിന്നോ നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല. നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല. ഉള്ളി കൊണ്ട് ഉദ്ദേശിച്ച സവാളയല്ല, ചെറിയ സാധനമാണ്. ഉള്ളി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സവാളയല്ല, വലുതല്ല. അതിന്റെ ജൂനിയർ ഇല്ല, എന്താ ഇവിടെ പറയാ? ചീരുള്ളി എന്നൊക്കെ പറയണ ചെറിയുള്ളി, പ്രത്യേക പേരുണ്ടോ? വലിയതല്ല, സവാളയല്ല, ചെറുതന്നെ, ചുവപ്പ് കളറാണ്, വെളുത്തതല്ല. നമ്മളിപ്പോ അതിന്റെ ഉപയോഗം കുറവാണ്. പനിയൊന്നും പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉള്ളിയാണ് നല്ലോണം ഉപയോഗിക്കേണ്ടത്. പനി പടർന്നു പിടിച്ച് പ്രയാസം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കുട്ടികൾക്ക് വരുന്ന പനി. പഴയ കാലത്തൊക്കെ കറിയിൽ തേങ്ങ ഇറക്കുമ്പോൾ ഈ ഉള്ളി ചേർക്കുമായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾ അത് ഉപയോഗിക്കാറില്ല. ഇവിടുത്തെ എനിക്കറിയില്ല, നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എന്റെ വീട്ടിലെ അനുഭവമാണ് പറയണത്. കോഴിക്കോട് ജില്ലയിലൊക്കെ വ്യാപകമായുള്ള അനുഭവമാണ് പറയണത്. തേങ്ങ ജീരകവും മറ്റൊക്കെ ചേർത്തരക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഉള്ളി കഷ്ണിച്ച് ചേർത്തരക്കുമായിരുന്നു. സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത്. ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത്. അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത്. അപ്പോ ഉള്ളി ഉപയോഗിക്കുക, ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ളു ഉപ്പ് ഉപയോഗിക്കുക, ഒക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തായ കാര്യങ്ങളാണ്. ഒരു നുള്ളു ഉപ്പ് ഉപയോഗിക്കുക, പറ്റുന്ന ആളുകൾ ചെയ്തോളി. അങ്ങനെ ഉപ്പ് ഉപയോഗിച്ചോട്ട് പ്രഷറൊന്നും കൂടുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പ്രഷർ കൂടുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. രാത്രി ഉറക്കൊഴിയുക, കുറേ നേരം വെറുതെ സംസാരിക്കുക, ഇശാ കഴിഞ്ഞിട്ട് ഭൗതിക കാര്യം സംസാരിക്കുക, തർക്ക സ്വഭാവം കൂടുക, വാശി സ്വഭാവം കൂടുക, ഭക്ഷണം വ്യത്യസ്ത രുചികളുള്ളത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവം കൂടുക, എപ്പോഴും കൊഴുപ്പുള്ളത് കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രഷർ കൂടും. അല്ലാതെ ഒരു നുള്ളു ഉപ്പ് ഭക്ഷണത്തിന്റെ മുമ്പ് കഴിച്ചെന്ന് വെച്ചാൽ ആർക്കും ബ്ലഡ് പ്രഷർ കൂടൂല, BP കംപ്ലൈന്റ് കൂടൂല. സുന്നത്താണ് എന്ന് ഓർമ്മിക്കുകയും കൂടി ചെയ്താൽ തീരെ കൂടൂല. ഭക്ഷണത്തിന്റെ, അതായത് അരിഭക്ഷണം, ബന്ധഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി കല്ലുപ്പ് കഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഉള്ളി കഴിക്കണം. അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലത്. കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കലാണ് നല്ലത്, ചൂടാക്കിയ വെള്ളത്തേക്കാൾ. അതിനാണ് ഗുണം. ഹൃദയത്തിനും എല്ലുകൾക്കും ശക്തി നൽകാൻ കഴിയുന്ന പച്ചവെള്ളത്തിനാണ്. ഹാർട്ടിന്റെ പവറ്, എല്ലുകളുടെ പവറ്, മസ്തിഷ്കത്തിന്റെ ശുദ്ധീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പച്ചവെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ശുദ്ധമായ വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൽ അഴുക്ക് ചേർന്ന വെള്ളം കുടിക്കരുത്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കരുത്. അതുപോലെ പെപ്സി, മിറണ്ട, 7up പോലത്തത് കുടിച്ച ഒഴിവാക്കിയ കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുക്കരുത്. നല്ല സ്റ്റൈലുള്ള കുപ്പിയാണ്, പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും. പെപ്സി, മിറണ്ട, 7up പോലത്തെ കോള പാനീയങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തേക്കരുത്. ബിസ്ഫിനോൾ എന്ന് പറയുന്ന മാരകമായ രാസവസ്തു ഈ ചൂടുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് പിള്ളേരുടെ പള്ളയിലെത്തും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ ക്യാൻസർ വരും. ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വരും. വന്യത, പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കൂടിയതും ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം. ഒന്നുകൂടി പറയട്ടെ,
ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി, കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളാവാതാവുക എന്നുള്ള രോഗം വർദ്ധിപ്പിച്ചു, ക്യാൻസർ വർദ്ധിപ്പിച്ചു. മെലാനിൻ പോലത്തെ രാസവസ്തു, പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം എന്താ? മെലാനിൻ പോലത്തെ രാസവസ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പരമാവധി ജീവിതത്തിൽ ശുദ്ധി പാലിക്കുക, കുടിക്കണ വെള്ളം സൂക്ഷിക്കുക. ചെറുപ്പക്കാര് ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെള്ളം കുടിക്കുക. ഇപ്പൊ റമദാൻ വരാൻ പോവാണ്. തടുത്ത പാനീയം ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. ഏറ്റവും ചുരുക്കിയത് ഈ പരിപാടിയുടെ സംഘാടകരെങ്കിലും അത് തീരുമാനിക്കണം. ഒരുപാട് നേരം തന്റെ ജോലിയൊക്കെ പരമാവധി കുറച്ചു നിന്ന കിഡ്നി എന്ന അവയവത്തിലേക്ക് പെട്ടെന്ന് തന്നെ തണുത്തുറച്ച കട്ടിയുള്ള ജ്യൂസുകള് അങ്ങോട്ട് കടന്നു ചെന്നാൽ അതിമാരകമായ കിഡ്നി രോഗത്തിലേക്കാണ് പോവാ. കേരളത്തിൽ ഒരു 10 കൊല്ലത്തിന് ഇപ്പറാണ് വ്യാപകമായി കിഡ്നി രോഗം ഉണ്ടായത്. ഒരു മാസം 1,20,000-ൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം കേരളത്തിൽ ഇത്ര കണ്ട് വളരാൻ കാരണം എന്തേ? ജ്യൂസിന്റെ കുടി, അസീറുകൾ. പൂർവികരായ ഇമാമിങ്ങൾ എഴുതി വെച്ച കിതാബുകളിൽ കാണുന്നില്ലേ, പഴങ്ങൾ ചാറാക്കി ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാ? പ്രശ്നമാണ്. പലപ്പോഴും അതിന്റെ നാരുകൾ എത്തൂല്ല. അപ്പൊ ഓറഞ്ച് ജ്യൂസ് അടിച്ചു വാങ്ങി അതിന്റെ നാരടിച്ചിട്ട് അവൻ തരുന്നത്. ഈ നാര് ശരീരത്തിലെത്തണ്ടേ? മുസംബി ജ്യൂസ് അടിച്ചു, അതിന്റെ നാര് കിട്ടട്ടോ നമുക്ക്? ആ നാരുകൾ അവൻ അരിച്ചെടുത്തത് കളയാണ്. പഴങ്ങളായി കഴിക്കുക, പഴങ്ങളായി കഴിക്കണം. റമദാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റമദാനിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കൂല എന്ന് ഈ വർഷം തീരുമാനിക്കണം. ഏറ്റവും ചുരുക്കിയതിന്റെ സംഘാടകരങ്ങൾ തീരുമാനിക്കണം. കുടുംബിനികളായ സഹോദരിമാര്, 10,000-കണക്കിന് ചെറുപ്പക്കാരെ കേരളത്തിൽ കിഡ്നി രോഗത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇത്തരം തണുത്ത പാനീയങ്ങൾ റമദാൻ ഷരീഫിൽ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം. എനിക്കറിയില്ല ഇവിടുത്തെ നോമ്പ് മുറി സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രയോഗം, എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നോമ്പ് മുറി സമയത്ത് ചൂടുള്ള കഞ്ഞി ഉണ്ടാവും, ചൂടുള്ള ചായ ഉണ്ടാവും, തണുത്ത ജ്യൂസ് ഉണ്ടാവും, നാരങ്ങാവെള്ളം ഉണ്ടാവും, പല കോലത്തിലുള്ള പാനീയങ്ങൾ ഉണ്ടാവും. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല. ഈത്തപ്പഴം, വെള്ളം, നിസ്കാരം, ദുആ, മഗ്രിബിന്റെ സമയത്തുള്ള ദുആഇന്റെ സമയം നഷ്ടപ്പെടുത്താണ്. തിന്നാനും കുടിക്കാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മസ്ജിദുകളിൽ നടക്കുന്ന നോമ്പ് തുറയിൽ വരെ ബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ സമയത്ത് ദുആ ചെയ്യുന്ന ആളുകളെ കാണാനില്ല എന്ന്. റമദാൻ ഷരീഫിന്റെ ഓരോ പകലിന്റെയും അവസാന സമയം നോമ്പ് തുറയുടെ തോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ദുആഇന് ഇത്രയും ഫളായിലുള്ള, ദുആഇന് ഇത്രയും ഇജാബത്തുള്ള സമയത്ത് അങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക, അതെടുക്കുക, ഇതെടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. അടുക്കളയിൽ പെണ്ണുങ്ങൾ ചായ കാച്ചുക, പാലൊഴിക്കുക. എന്ത് റമദാനാണെന്ന് മനസ്സിലാക്കിയിട്ട്, തിന്നാനും കുടിക്കാനുള്ള മാസമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചിട്ട വരുത്തണം എൻ്റെ ഈ ഉമ്മത്ത് സമുദായം. ഇബാദത്തുകൾ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത്? ആരാധനാ മാസത്തെ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത്? തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മഗ്രിബിന്റെ തൊട്ട് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ദുആഇന് ഇജാബത്തുള്ള സമയത്ത് വളരെ ഭയഭക്തിയോടുകൂടി നോമ്പുറിക്കാനുള്ള ഈത്തപ്പഴവും വെള്ളവും വെച്ച് അള്ളാഹിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തേണ്ട സമയത്ത് അത് കിട്ടിയോ, ഇത് കിട്ടിയോ, അപ്പുറം വെച്ചോ ഇപ്പുറം വെച്ചോ എന്ന് വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലടക്കം പിന്നെ എവിടെയാ ദീനുണ്ടാവേണ്ടത്? പള്ളിന്റെ മുറ്റത്ത് ദീനില്ലേ, പിന്നെ എവിടെയാണ് ദീനുണ്ടാവുക? നിങ്ങൾ പറയും. പള്ളി പരിപാലിക്കുന്ന ആളുകൾ, പള്ളി നിയന്ത്രിക്കുന്ന ആളാണ് മറുപടി പറയേണ്ടത്. പള്ളിന്റെ മുറ്റത്ത് ദീനില്ലേ, പിന്നെ എവിടെയാണ് ദീനുണ്ടാവുക? എന്നിട്ട് വീട്ടുകാരെ കുറ്റം പറയാം, നാട്ടുകാരെ കുറ്റം പറയാം. പള്ളിയിൽ ദീൻ ഹയാത്താക്കാൻ കഴിയില്ല, പിന്നെ എവിടെയാണ് ദീൻ ഹയാത്താക്കാൻ കഴിയുക? പള്ളികളിൽ ദീനിന്റെ ശൈലി ഇല്ലെങ്കിൽ പിന്നെ എവിടെ ദീനിന്റെ ശൈലി ഉണ്ടാക്കാൻ പറ്റുക? വലിയ പന്തൽ കെട്ടുക നല്ലതാ, സമൂഹമായിരുന്നു നോമ്പുറക്കലൊക്കെ നല്ലതാണ്. അതിന്റെ പേരിൽ ആളെ കൂട്ടാൻ പറ്റുമോ? അതൊക്കെ നല്ലതാണ്. പക്ഷേ ഷറഫാക്കപ്പെട്ട മഗ്രിബിന്റെ സമയത്ത് ദുആ എന്ന പ്രസക്തമായ കാര്യത്തെ എന്തിനാ മാറ്റിവെക്കണത്? എന്ത് മാനദണ്ഡം വെച്ചിട്ടാ മാറ്റിവെക്കണത്? നോമ്പ് തുറയും നോമ്പ് ഇസ്ലാമിൻ്റെതാണ്, നോമ്പ് മുറിയും ഇസ്ലാമിൻ്റെതാണ്. അതിന് മുൻഗാമികളുടെ ഒരു ശൈലി നോമ്പ് മുറിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കണം. അള്ളാഹു ഈ വർഷത്തെ റമദാൻ ഷരീഫിലെ മഗ്രിബിന്റെ നേരം പൂർവികർ എങ്ങനെയാണോ മഗ്രിബിനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇവിടെയുള്ള മസ്ജിദിന്റെ അഹ്ലുകാർക്കും മൊത്തം മസ്ജിദിന്റെ അഹ്ലുകാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദ്വാരക്കാണ്, സങ്കടം കൊണ്ട് ദ്വാരക്കാണ്. ഈ ഉമ്മത്ത് അതിന്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ മർക്കസിൽ ഉമ്മയാണ് മസ്ജിദ്. ഇസ്ലാമിക സമൂഹത്തിന്റെ മർക്കസിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക നിലയമാണ് മസ്ജിദ്. അവിടെ ദീൻ ഹയാത്താവണം. അത് കണ്ടിട്ട് ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം. അതിന്റെ ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം. അള്ളാഹു അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം. പള്ളിന്റെ അടുത്ത് വീടെടുക്കാൻ പറഞ്ഞ എന്തോട്ടാ? വീടെടുക്കുമ്പം കന്നിമൂല നോക്കാനല്ല പറഞ്ഞു, പള്ളിന്റെ അടുത്ത് വീടെടുക്കാനാ പറഞ്ഞത്. കന്നിമൂല, കഞ്ഞിന്റെ വെള്ളം കുടിക്കാനല്ലേ? കന്നിമൂല. ഇല്ലാത്ത അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞ് മനുഷ്യന്മാരെ ഇടങ്ങറാക്കണം. കന്നിമൂല കിതാബ് പറയാത്ത കാര്യം.
അതാ നോക്കണതേ. പെണ്ണുങ്ങന്മാർക്ക് ഭയങ്കര സംഭവം. കന്നിമൂലക്ക് കക്കൂസ്, അവിടെ തന്നെ കക്കൂസാക്കണ്ട്. ഇല്ലാത്ത അന്ധവിശ്വാസത്തിന് പ്രചാരം കൊടുക്കുക. അതിലൊക്കെ എന്താ ഷർത്ത്, അതിലൊക്കെ എന്താ പിടുത്തം, എന്തായി കോമ കാണിക്കൊടുക്കുന്നത്? വീടെടുക്കണോ കന്നിമൂല, വീടെടുക്കുമ്പോൾ പള്ളിന്റെ അടുത്തെടുക്കും, പള്ളിന്റെ അടുത്തെടുക്കുക. കോലായി വലുതാക്കുക. കോലായി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയാ, ആള് കയറി വരുന്ന സ്ഥലം വലുതാക്കുക, റൂം ചെറുതാക്കുക. ഇതൊന്നും ആർക്കും വിഷയമല്ല. കോലായി ഒരു ഓട്ടോറിക്ഷ വെക്കാൻ പോലും കഴിയില്ല. അജാതി ചെറിയ കോലായി, ഇതൊന്നും വന്ന് ഇരിക്കണ്ട, മതി, വർക്ക് സ്ഥലമില്ല. ബർക്കത്ത് ഉണ്ടാവില്ല വീട്ടിൽ, ബർക്കത്ത് ഉണ്ടാവില്ല. വീടെടുക്കുമ്പോൾ കോലായിക്ക് നീളം വേണം. പഴയകാലത്തെ വീട് കണ്ടില്ല നിങ്ങള്? പഴയകാലത്തെ വീടിന് ഏറ്റവും വലിയ കോലായി അടുക്കള, മനുഷ്യന്മാരിരിക്കുന്ന സ്ഥലം, എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ വലുത്. ഇവന്റെ കെട്ടിയോൾ ഉറങ്ങുന്നതോ ചെറിയ റൂം. നിങ്ങൾ പഴയ കാലത്തെ മാളിക വീട് ഇപ്പോഴും നോക്കിക്കോളി. ഇപ്പം വീട് വലിയ ബെഡ്റൂം വലുത്, അതിനേക്കാൾ വലിയ ബാത്റൂം. ആകെയുള്ള വലിയ മെയിൻ പരിപാടി അതാണ്. വലിയൊരു ബെഡ്റൂമും അതിനേക്കാൾ വലിയൊരു ബാത്റൂം, എന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂം. അറിയില്ല, ഒന്നും അറിയില്ല, പറഞ്ഞിട്ട് കാര്യം. അറിവില്ല, എവിടെയോ പണയം വെച്ച് ആരാന്റെ പിറകിൽ അറിവില്ലാത്തവൻ ചെയ്യുന്ന കാര്യം നോക്കി ഓന്റെ ബാക്കിൽ നമ്മൾ കൂടി. നമ്മൾ ഖുറാന്റെ അഹ്ലുകാരാണ്. ഖുറാൻ നോക്കിയോ ഇല്ല, ഹദീസ് നോക്കിയോ ഇല്ല, ഇൽമുൽ ഹൻദസ നോക്കിയോ ഇല്ല. അപ്പൊ ഇൽമുൽ ഹൻദസ എല്ലാം പിന്നെന്തിനാ? അത് കിതാബൊന്നും മൂലമാർ ഒരു 5-6 മാസം ഓതിയിട്ടാണ് നിങ്ങൾ പൂട്ടിയോ വർക്കത്തിൽ ശൈലി. പരമാവധി ഇതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പൊ ഏതായാലും ഈ വർഷത്തെ റമദാനു ഷരീഫിൽ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. നോമ്പ് മുറിക്കണ സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും